ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ 32 ഇഞ്ചിൻ്റെ ഒരു സ്മാർട്ട് ടി വിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ടി വി എന്ന് പറഞ്ഞാൽ ഐപ്ലസിൻ്റെ 32 ഇഞ്ച് സ്മാർട്ട് ടി വി ആണ്. വെബോസൊക്കെ വരുന്ന LGൻ്റെ വെബോസ്, LG പാനലൊക്കെ വരുന്ന ഐപ്ലസിൻ്റെ ഒരു സ്മാർട്ട് ടി വി ആണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഐപ്ലസ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് വരുന്ന 3 ഇയർ 3 വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഐപ്ലസ് സെലക്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബോക്സിങ് അൺബോക്സിങ് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബോക്സ് ഓൾറെഡി ഇവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് മുകളിൽ തന്നെ ഒരു പാക്കിങ്ങിൽ ഒരു കവറിലൊക്കെ ആക്കിയിട്ടാണ് അതിൻ്റെ പാനല് കാര്യങ്ങളൊക്കെ, പാനലല്ല നമ്മളെ LED TV വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വെബോസിന് നമ്മളെ LG പാനൽ, LGൻ്റെ ഒറിജിനൽ റിമോട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് കമ്പനി പറയുന്നത്. അവർ നമ്മളെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് 32 ഇഞ്ച് വെബോസ് ഐപ്ലസിൻ്റെ TV വന്നത്. അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, 2 സ്റ്റാൻഡ് വരുന്നുണ്ട്, അതിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ബ്രോഷർ കാറ്റലോഗ്സ് വരുന്നുണ്ട്, പിന്നെ നോർമലി റിമോട്ട്, അതായത് മാജിക്കൽ റിമോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. മൗസ്, അതേപോലെ തന്നെ വോയിസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു 2 സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടേബിൾ സ്റ്റാൻഡാണ്. അതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള 2 സ്ക്രൂ വന്നിട്ടുണ്ട്. പിന്നെ അവർ 3 ഇയർ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു വാറൻറ്റി കാർഡ് സീൽ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡ് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇത് ഒന്നുമില്ല, ജസ്റ്റ് 2 സ്ക്രൂ വരും. ആ ടേബിൾ സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഒന്ന് TV ഇതേപോലെ വെച്ചിട്ട് 2 സ്ക്രൂ ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഓണാക്കി നോക്കിയിട്ട് മറ്റ് വീഡിയോസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് TV വരുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.